ഇപ്പം അഭിമന്യ പാമ്പ്ളാനി പിതാവ് ഇപ്പോൾ കോൺഗ്രസിനെ അനുകൂലിച്ച് സംസാരിച്ചെങ്കിൽ ഈ ഒരു പൊല്ലാപ്പ് ഉണ്ടാവുകയില്ല. CPM-നെ അനുകൂലിച്ച് സംസാരിച്ചെങ്കിൽ ഈ ഒരു പൊല്ലാപ്പ് ഉണ്ടാവില്ല. നമ്മുടെ അഭിമന്യ പിതാക്കന്മാർ നമുക്ക് ഒരു ഒരു തരത്തിൽ നമുക്ക് പൊതുവായിട്ട് തന്നെ പറയാൻ സാധിക്കും. ആരും തന്നെ ഒരു രാഷ്ട്രീയ അന്ധത ബാധിച്ചവരല്ല. എല്ലാവരും നിലപാടെടുക്കുന്നത് വിഷയാധിഷ്ഠിതമായിട്ടുള്ള നിലപാടാണ്. ഒരു പാർട്ടിയോട് ഒരു കൃത്യമായിട്ടുള്ള ഒരു അടുപ്പമോ കൃത്യമായിട്ടുള്ള ഒരു അകൽച്ചയോ നമ്മുടെ കേരളത്തിലെ ഭൂരിഭാഗം വരുന്ന അഭിമന്യ പിതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഈ വിഷയത്തിൽ പിതാവ് സ്വീകരിച്ച ഒരു നിലപാട് നമുക്കറിയാം. ഈ ഛത്തീസ്ഗഡ് വിഷയത്തിൽ ഛത്തീസ്ഗഡിലും കേന്ദ്രത്തിലും ഭരിക്കുന്നത് BJP സർക്കാരാണ്. അവരുമായിട്ട് BJP നേതാക്കൾ ചർച്ച നടത്തുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഇടപെടുന്നു. അപ്പോൾ ഇത് ഒരു നന്ദി പറച്ചിലാണ്. അതായത് ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടൊന്നു നന്ദി പറയുന്നു. BJPക്ക് നന്ദി പറയുന്ന ആ ഒരു ഘട്ടത്തിൽ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾക്കും അദ്ദേഹം നന്ദി പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? അതായത് ഒരു പാർട്ടിയോട് ഒരു വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പിതാവ് അല്ലെങ്കിൽ ആ പറയുന്ന വ്യക്തി സംഘിയായി, സംഘപരിവാർ അനുകൂല സംഘടനയായ RSSന് കുഴലൂത്ത് നടത്തുന്ന വ്യക്തിയായി എന്ന തരത്തിലുള്ള ഒരു നരേറ്റീവ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അത് അത്ര ഒരു നിഷ്കളങ്കമായിട്ട് നമുക്ക് കരുതാൻ സാധിക്കും. ഓർക്കും ഒരു കാര്യം കൂടി വെച്ചാൽ അതിനകത്ത് CPM-നെ പിതാവ് വിമർശിച്ചിട്ടില്ല. ആ കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അതെ, ഈ ലെഫ്റ്റ് ലിബറൽ മാധ്യമങ്ങൾക്ക് ഈ ഇടതുപക്ഷ ചായ്വ് വളരെ കൂടുതലായതുകൊണ്ട് അവരെന്നും ഈ സഭയെ പ്രതിരോധത്തിലാക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ മാധ്യമങ്ങൾ ഇപ്പൊ ചെയ്യുന്ന എന്താണെന്നറിയോ? അവരൊരു തലക്കെട്ടങ്ങ് എഴുതും. തലക്കെട്ട് എഴുതിയിട്ട് അവരൊരു വീഡിയോ ക്ലിപ്പ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അവതാരകൻ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങ് പറയും. അതിശക്തമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. ആളുകൾ എല്ലാവരും ആ സ്റ്റേറ്റ്മെന്റിനെ വിശ്വസിക്കും. യഥാർത്ഥത്തിൽ അഭിമന്യ പിതാവ് പറഞ്ഞത് എന്താണെന്നുള്ളത് ആരും കേൾക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേൾക്കാം, ആ ക്ലിപ്പ് ഒന്ന് കേൾക്കാം. യെസ്. ഒരു വികാരവുമാണ് ഞങ്ങൾക്കുള്ളത്. ഇതിനുവേണ്ടി ആത്മാർത്ഥമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞ വാക്ക് പാലിച്ചു എന്നുള്ളതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കാര്യമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടവരുമായുള്ള സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഈ വിഷയത്തിൽ എടുത്ത നിലപാടിനെ ഞങ്ങൾ അങ്ങേയറ്റം ശ്ലാഘിക്കുന്നു. അതിനെ ആദരവോടെ നോക്കിക്കാണുന്നു. ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ, അതുപോലെ തന്നെ ഇപ്പോൾ ഈ സിസ്റ്റേഴ്സിന്റെ മേല് അന്യായമായി ചാർത്തപ്പെട്ടിട്ടുള്ള വകുപ്പുകൾ പിൻവലിച്ച് അവരെ സ്വതന്ത്രരാക്കാനുമുള്ള കേസ് പിൻവലിക്കാനുമുള്ള നടപടിക്രമങ്ങൾ കൂടി സർക്കാർ ശ്രദ്ധാപൂർവം നിറവേറ്റണം എന്നുള്ള ആവശ്യം. വളരെ കൃത്യമായിട്ടൊരു കാര്യം മനസ്സിലായി. കേന്ദ്ര ഗവൺമെന്റിനെ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് അമിത് ഷായെ പേരെടുത്ത് നന്ദി പറയുന്നു. അതിനൊരു കാരണം കൂടെയുണ്ട്. ആ കാരണം എന്താണെന്ന് അറിയണമെങ്കിൽ തൊട്ട് തലേ ദിവസം അഭിമന്യ പിതാവ് ഈ കേന്ദ്ര ഗവൺമെന്റിനെയും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത് ഷായെ വിമർശിച്ചിരുന്നു. അതിന്റെ വീഡിയോ സംശയം ഉണ്ടെങ്കിൽ ആ വീഡിയോയും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാവുന്നതാണ്. കേസിന്റെ ജാമ്യം ഇന്ന് നിഷേധിക്കപ്പെട്ടു എന്നുള്ളത് ഏറെ ദുഃഖകരമായ കാര്യമാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ബഹുമാനപ്പെട്ട അമിത് ഷാ ഈ കാര്യത്തിൽ ഇടപെടുകയും സർക്കാർ ജാമ്യത്തെ ഹർജിയെ എതിർക്കുകയില്ല എന്ന് പറയുകയും ചെയ്തത് രാജ്യം മുഴുവനും വലിയ പ്രതീക്ഷയും ആശ്വാസവും പകർന്ന കാര്യമാണ്. പക്ഷേ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വാക്കുകളെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാർ വളരെ നിഗൂഢമായ നീക്കത്തിലൂടെ ഈ ജാമ്യ ഹർജിയെ എതിർത്തത് അങ്ങേയറ്റം ദുഃഖകരവും അപലപനീയവുമാണ്. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ സമയോചിതവും സത്വരവുമായ ഇടപെടൽ ഉണ്ടാകേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ വീഡിയോയിൽ കേന്ദ്ര ഗവൺമെന്റിനെയും അമിത് ഷായും വിമർശിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും വിമർശനത്തിന്റെ ഫലമായി പിറ്റേ ദിവസം ഇവർക്ക് കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടുന്നത് കാണുമ്പോൾ സ്വാഭാവികമായും വിമർശിച്ച വ്യക്തികൾ അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ അവർക്ക് നന്ദി പറയുക എന്നുള്ളത് ഒരു മര്യാദയുടെ ലക്ഷണമല്ലേ? ഒരു മര്യാദ കാണിക്കണ്ടേ? ഈ അഭിമന്യ പിതാക്കന്മാർ മര്യാദയുള്ളവരായതുകൊണ്ട്, കോമൺ സെൻസ് ഉള്ളവരായതുകൊണ്ട്, കോമൺ സെൻസ് ഇല്ലാത്തവർക്ക് ഇതൊരിക്കലും മനസ്സിലാകുകയില്ല. അതാണ് നമ്മൾ ഈ വിഷയത്തിൽ ആദ്യമായിട്ട് ഈ ഒരു കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം. അത് പൊതുസമൂഹം അറിയണം. പൊതുസമൂഹം വലിയ രീതിയിൽ അഭിമന്യ
പിതാവിനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ തെറ്റിദ്ധാരണ മാറ്റുക എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് നിൽക്കുന്നത്.